മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ഇച്ചിലങ്കോട് പ്രദേശം കടുത്ത കൃഷിനാശത്തിലേക്കും കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നീങ്ങുന്നു. സമീപത്തെ ജലാശയങ്ങളിൽ നിന്നും എത്തുന്ന ഉപ്പുവെള്ളമാണ് ഈ നാടിനെയാകെ നാശത്തിലേക്ക് നയിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പരമ്പരാഗതമായി നെല്ല്, അടക്ക, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്ന ഇച്ചിലങ്കോട് പ്രദേശത്തെ നൂറുകണക്കിന് കർഷകരാണ് ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത്. സമീപത്തെ തോടുകളിൽ നിന്നും പുഴകളിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷികളെ പാടെ നശിപ്പിക്കുന്നു. മണ്ണിലെ ലവണാംശം കൂടുന്നതാണ് ചെടികളും മരങ്ങളുമെല്ലാം കരിഞ്ഞു പോകാൻ കാരണമാകുന്നത്. തെങ്ങ് പിന്നെ അടക്ക എല്ലാം പോയി. ഇത് അണക്കെട്ടിന്റെ ഷട്ടർ ഇടാത്തനെ കൊണ്ടു അതിപ്പോ റിപ്പയർ ചെയ്യുന്ന മാറിയിരുന്നു. ഇപ്പൊ 2 കൊല്ലമായി ഇതുവരെ അതിന്റെ പണി ഇപ്പൊ തുടങ്ങിയേ ഉള്ളൂ. ഇനിയിപ്പോ മഴ വരുന്ന സീസണിൽ ഒരേ ഈ പണി എടുത്തോണ്ടുണ്ടോ. ഗേറ്റ് ഇടാത്തനെ കൊണ്ട് ഇവിടെ വെള്ളമില്ല, ഉപ്പുവെള്ളം കയറിയിട്ട് എല്ലാം പോയി. വേനൽ കടുക്കുന്നതോടെ കൃഷിക്ക് ആവശ്യമായ ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. ജലസ്രോതസ്സുകൾ വറ്റുന്നതും ഉപ്പുവെള്ളം കലരുന്നതും നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇതിനൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അടക്ക കൃഷിയെ ബാധിച്ചിരിക്കുന്ന മഞ്ഞളിപ്പ് രോഗം കർഷകരുടെ നടുവൊടിക്കുകയാണ്. മുമ്പ് സമൃദ്ധമായി വിളവ് ലഭിച്ചിരുന്ന തോട്ടങ്ങളിലെ കവുങ്ങുകളെല്ലാം അടുത്ത കാലത്തായി ഇലകൾ മഞ്ഞിച്ച് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവും ഉപ്പുവെള്ളം കയറുന്നതും കാരണം സ്വന്തം ആവശ്യത്തിനായി നടത്തുന്ന നെൽകൃഷി പോലും ഉപേക്ഷിക്കേണ്ടുന്ന ഗതികേടിലാണ് പലരും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.